ഗൈസ്, റിയൽ ആർട്ടിസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ എടുത്തിട്ടുള്ളത് ചിരട്ടയാണ്. ചിരട്ട നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും, വെറുതെ കളയുന്ന സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കിട്ടില്ല സംഭവം. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ കത്തി ഉപയോഗിച്ചിട്ട് നല്ല പോലെ അതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. കത്തി ഇല്ലയെന്നുണ്ടെങ്കിൽ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഉരച്ച് കളഞ്ഞാലും മതി. ഉരക്കടലാസ് ഒന്നും പറയും കേട്ടോ അതിനും. എന്നിട്ട് ഞാനിതാ ഒരു തേങ്ങയുടെ 2 ചിരട്ടയാണ് എടുത്തിട്ടുള്ളത്. അതായത് നടു വെട്ടി കഴിയുമ്പോൾ 2 ചിരട്ട കിട്ടുമല്ലോ. എന്നിട്ട് ഞാൻ അതിൻ്റെ കണ്ണുള്ള മുക്കണ്ണൻ ഒരു കണ്ണ് ഞാനവിടെ ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതേ മറ്റേ ഭാഗത്ത് ചിരട്ട ഞാൻ എടുത്തിട്ട് ആക്സോ ബ്ലേഡ് എടുത്തിട്ട് നല്ല പോലെ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 പീസാക്കി. അപ്പോൾ നമുക്ക് വലിയ ചിലവൊന്നും ഇല്ലല്ലോ, വലിയ യന്ത്രങ്ങളൊന്നുമില്ല, എല്ലാം കൈപ്പണി തന്നെയാണ് കേട്ടോ. എന്നിട്ട് അത് ഏത് ഭാഗത്താണ് വരുന്നതെന്ന് ഇങ്ങനെ ഒപ്പിച്ച് നോക്കി. എന്നിട്ട് ഞാനിതാ ആ ഒരു ഭാഗം എത്തിയപ്പോൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്ത് തൽക്കാലം അവിടെ നിർത്തിയതിന് ശേഷം ഫ്ലെക്സ് ക്വിക്ക് യൂസ് ചെയ്തിട്ട് അവിടെ ഒട്ടിച്ചിട്ട് അവിടെ ഉണങ്ങാൻ വേണ്ടി വെച്ചു. എന്നിട്ട് ആ സമയത്ത് ഞാൻ വേറൊരു കുപ്പി എടുത്തു. എന്നിട്ട് ആ കുപ്പി എടുത്ത് അതിൻ്റെ ആ കഴുത്തിൻ്റെ ഭാഗം വെട്ടിക്കളയുക. നിങ്ങൾ ഏതെങ്കിലും ഒരു കുപ്പി, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കുപ്പി എടുത്തിട്ട് വെക്കുക. അപ്പോൾ ഒരു കത്തി എടുത്തിട്ട് കുപ്പിയുടെ കറക്റ്റ് റൗണ്ടിൽ തന്നെ വെട്ടിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് വൃത്തിക്ക് വെട്ടിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് ഉടര ഭാഗം വേണ്ട, ആ കഴുത്തിൻ്റെ ഭാഗമാണ് വേണ്ടത്. എന്നിട്ട് നമ്മൾ നല്ല മുറിച്ചുള്ളൊരു സംഭവം എടുത്തിട്ട് കത്തിയോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അതിന് മൂടി ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് സെൻറ്ററിലായിട്ട് തന്നെ ഹോൾ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ഫ്ലെക്സ് ക്വിക്ക് വെച്ച് ഒട്ടിച്ച് വെച്ചിട്ടുള്ള ചിരട്ടയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള കുപ്പിയുടെ ഭാഗം നേരെ ഇതിൻ്റെ തലഭാഗത്ത് കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് നല്ല പോലെ ഫ്ലെക്സ് ക്വിക്ക് യൂസ് ചെയ്തിട്ട് ഒട്ടിക്കുക. അപ്പോൾ ഫ്ലെക്സ് ക്വിക്ക് യൂസ് ചെയ്തിട്ട് ഒട്ടിക്കണ ഞാൻ ഇത് കാണിക്കാത്തത് ഇവിടെയൊക്കെ വൃത്തികേടാവും. എനിക്കത് ഭയങ്കര ഡേഞ്ചറായിട്ട് തോന്നിയിട്ട് ഞാൻ പുറത്ത് വെച്ച് ഒട്ടിച്ച് കൊണ്ടുവരികയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഇത് നല്ലപോലെ ഒട്ടി വന്നിട്ടുണ്ട്. ശേഷം അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കളർ എടുക്കുക. അപ്പം ഞാൻ റെഡും യെല്ലോയും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോപ്പ് മാത്രം എടുക്കാം, പക്ഷേ നമ്മൾ കിളിക്കൂടല്ലേ, അപ്പം മഞ്ഞ എന്തായാലും വേണം. മഞ്ഞ അല്ലെങ്കിൽ കാപ്പി കളർ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് ഞാൻ മൊത്തത്തിൽ ചോപ്പ് പെയിൻ്റ് അടിച്ച് അത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാൻ എയർ ഡ്രൈ ക്ലേ ആണ് എടുക്കുന്നത്. അപ്പോൾ എയർ ഡ്രൈ ക്ലേ ഞാൻ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. വലിയ ചിലവൊന്നുമില്ല, എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാം കേട്ടോ. ഈ ക്ലേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് പല ആർട്ടും ക്രാഫ്റ്റും ഉണ്ടാക്കുന്നവർക്ക് വലിയൊരു ആശ്വാസവും വലിയൊരു പൈസ ചിലവ് കുറഞ്ഞ് കിട്ടുന്ന ഒരു സംഭവം കേട്ടോ. അപ്പോൾ ആ ക്ലേ തന്നെ വെച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്. നല്ല റിസൾട്ടായിരുന്നു. അപ്പോൾ നിങ്ങളും അതെന്തായാലും ഉണ്ടാക്കാൻ നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്നിട്ട് ഞാനിത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൂർപ്പിച്ച് ഒരു ഭാഗത്തേക്ക് അറ്റത്തേക്കായിട്ട് കൂർപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഈ കിളിക്കൂടിൻ്റെ അടിഭാഗത്തായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നല്ലൊരു കൂർത്ത ഒരു കത്തിയോ എന്തെങ്കിലും ഒരു കൂർപ്പുള്ള ഭാഗമുള്ള സംഭവം എടുത്തിട്ട് നമുക്കിങ്ങനെ വരഞ്ഞ് കൊടുക്കാം. അപ്പോൾ വര ഇട്ടിട്ട് കൊടുക്കുമ്പോൾ ഒരു കിളിക്കൂടിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം ഞാൻ മഞ്ഞ കളർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മൊത്തത്തിൽ മഞ്ഞ കളർ അടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ചുവപ്പ് കളർ കൊടുക്കുന്നത് സ്കിപ്പ് ചെയ്യാം. ഞാൻ പിന്നെ ആ കുപ്പിയുടെ ആ ഒരു ഇത് പോകാൻ കൂടി, ആ ട്രാൻസ്പെറൻസി പോകാൻ കൂടി വേണ്ടിയിട്ടാണ് അത് 2 കളർ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആദ്യം മൂടിയിൽ ഓട്ട തുളച്ചിട്ടില്ല, അപ്പോൾ ആ ഹോളിലൂടെ ഒരു കയറ് കെട്ടി എവിടെയെങ്കിലുമൊക്കെ കെട്ടി തൂക്കിയിട്ട്. അപ്പോൾ ഞാനിത് ഞങ്ങളുടെ പടിപ്പുരയിലാണ് കെട്ടി തൂക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പടിപ്പുരയിൽ ഒരു കിളിക്കൂടിനകത്ത് ഞാൻ മണ്ണൊക്കെ നിറച്ച് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ്, ഏതെങ്കിലുമൊക്കെ തൂങ്ങുന്ന ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ടല്ലോ, നമ്മൾ തൂക്കുചട്ടിയിലിടുന്ന ചെടികൾ, അത് ഏതെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുക, വള്ളിച്ചെടികൾ തന്നെ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലിലോട്ട് വീണ്ടും വരിക. വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.